CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിനിടയിൽ ബഹളം. 10 ജില്ലാ നേതൃനിരയിൽ എത്തുന്നതിനധികം പേരും അടൂരിൽ നിന്നുള്ളവരാണെന്ന പരാമർശത്തെ തുടർന്നാണ് ബഹളം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, നേരത്തെയും നിരവധി വിമർശനങ്ങൾ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. അതിൽ നവീൻ ബാബു ഉൾപ്പെടും. മാത്രമല്ല EP ദല്ലാൽ നന്ദകുമാർ ബന്ധത്തെ ചൊല്ലിയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈയൊരു ബഹളം ഉയർന്നിരിക്കുന്നു. അതും അടൂരിൽ നിന്നാണ് അധികം നേതാക്കളും ഉള്ളത് എന്നുള്ളൊരു പരാമർശത്തിലാണ് ബഹളം. തീർച്ചയായും പ്രതിനിധി സമ്മേളനം ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിനിടയിലാണ് ഒരു പരാമർശം ഉയർന്നു വന്നത്. പാർട്ടിയുടെ എല്ലാ നേതൃനിരകളിലും, ജില്ലയിലെ നേതൃനിരകളിലെല്ലാം തന്നെ അടൂരിൽ നിന്നുള്ള നേതാക്കന്മാർ കടന്നു കയറുന്നു എന്നുള്ളൊരു പരാമർശം മറ്റൊരു പ്രതിനിധിയുടെ ഭാഗത്ത് ഉയർന്നതിനെ തുടർന്നാണ് അടൂരിൽ നിന്നെത്തിയ പ്രതിനിധികൾ ഒന്നടങ്കം ബഹളം വെച്ചത്. ഇത് പിന്നീട് പ്രസിഡിയം ഇടപെട്ട് തടയുകയായിരുന്നു, ശാന്തമാക്കുകയും ചെയ്തു. അതായത് പ്രധാനമായും ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും ഒപ്പം CITU നേതൃനിരയിലുള്ളവർ, KSKTU-ന്റെ നേതൃനിരയിലുള്ള DYF-യുടെ നേതൃനിരയിലുള്ളവർ ഒക്കെ തന്നെ അടൂരിൽ നിന്നുള്ളവരാണ്. ഇത്തരത്തിലെ ഒരു നീക്കം ശരിയല്ല എന്ന് ഒരു പ്രതിനിധി എണീറ്റ് പറഞ്ഞു. ഇതിനെ ചൊല്ലിയാണ് നേരിയ ബഹളം ഉണ്ടാവുകയും ആ ബഹളത്തിനെ തുടർന്ന് പിന്നീട് അല്പസമയത്തേക്ക് സമ്മേളനത്തിൽ പ്രസിഡിയം ഇടപെട്ടുകൊണ്ട് വീണ്ടും ശാന്തമാക്കുകയും ചെയ്ത് ഇപ്പോഴും പ്രതിനിധി സമ്മേളനം പുരോഗമിച്ചു വരികയാണെന്നാണ് നമുക്ക് പുറത്തു കിട്ടുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ജില്ലാ സമ്മേളനം കോന്നിയിൽ ആരംഭിച്ചത്. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ വിവിധ മേഖലകളെക്കുറിച്ച് ജില്ലാ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും വലിയ ചർച്ചയായി മാറപ്പെട്ടത് ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ പാർട്ടി ഇടപെടലുകളുമായിരുന്നു. പ്രത്യേകിച്ചും പാർട്ടിയെ ഒരു ഏക സ്വഭാവത്തിൽ കൊണ്ടുവരുവാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ആരോപണം വന്നു. പ്രത്യേകിച്ച് ADM നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്ന വിവാദങ്ങളെ ചൊല്ലിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. കണ്ണൂരിലെയും ഒപ്പം പത്തനംതിട്ടയിലെയും ജില്ലാ നേതൃത്വങ്ങൾ പലതരത്തിലാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത്. അത് ഒരു ഏകീകൃത സ്വഭാവത്തോടുകൂടി സംസ്ഥാന നേതൃത്വം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് വന്നിരുന്നു. ഒപ്പം പാർട്ടി ജില്ലാ നേതൃത്വം, പത്തനംതിട്ട ജില്ലാ നേതൃത്വം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉറച്ചു നിന്നപ്പോൾ, ഇരയോടൊപ്പം ഉറച്ചു നിന്നപ്പോൾ കണ്ണൂരിലെ നേതൃത്വമാകട്ടെ PP ദിവ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയും അവരെ പാർട്ടിയോടൊപ്പം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെ തരത്തിൽ ആരോപണങ്ങളായി ഉയർന്നു വന്നു. ഇതെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് ശമിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വിഷയങ്ങൾ ഇനി പാർട്ടി ഉണ്ടാകാതെ നോക്കാം എന്നും പറഞ്ഞു. അതേസമയം പാർട്ടിയിലെ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മലയാളപ്പുഴ സ്വദേശികളായ ചില നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കി എന്നൊരു ആരോപണം ചില പ്രതിനിധികൾ ഉന്നയിച്ചു. അത്തരത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വം പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടിയിലെ മറ്റു നേതാക്കന്മാർ ഇത്തരത്തിലെ പരാമർശം നടത്തുന്നത് പാർട്ടിക്ക് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ആരോപണം ഉയർത്തി. തൊട്ടു പിന്നാലെ നവീൻ ബാബുവിന് തൊട്ടു പിന്നാലെ പിന്നീട് ഉയർന്നു വന്ന പ്രധാന പ്രശ്നമായി വന്നത് EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ആത്മകഥ അനവസരത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇത്തരം ചർച്ചകൾ പാർട്ടി ഇടപെട്ട് ഒഴിവാക്കേണ്ടതായിരുന്നു. ഒപ്പം മറ്റൊരു കാര്യം പറഞ്ഞത്, പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കപ്പുറം EP ജയരാജന് എന്താണ് ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം? ഇത്തരം ബന്ധങ്ങൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ കാത്തു സൂക്ഷിക്കുന്നത് പാർട്ടിക്ക് തന്നെ വലിയ തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കുന്നു എന്നും ആരോപണം ഉയർന്നു വന്നു. പിന്നീട് ജില്ലാ നേതൃത്വത്തിന് നേരെയായിരുന്നു വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ. ഒരു വകുപ്പും എടുത്തു പറഞ്ഞായിരുന്നു. പോലീസിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള പരാതി ഉന്നയിച്ചുള്ളത് പല പ്രതിനിധികളുണ്ടായിരുന്നു. പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്താനോ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഏതെങ്കിലും തരത്തിലൊരു കേസിന് ഒരു പാർട്ടി നേതാവ് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തെ തുറങ്കലിലടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെ പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ കഴിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജില്ലയിൽ ഉണ്ട് എന്നുള്ള പരാമർശമുണ്ടായി. ഒപ്പം മറ്റൊരു കാര്യം ആരോഗ്യവകുപ്പിന് നേരെയായിരുന്നു. ആവശ്യത്തിന് മരുന്ന് എത്തിക്കുവാൻ ആരോഗ്യവകുപ്പിലെ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. പല മലയോര മേഖലകളിലെയും ആശുപത്രികളിൽ കൃത്യമായി മരുന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ ആക്ഷേപങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ടുള്ള ആരോപണം വന്നത്. അതായത് മറ്റു പാർട്ടികൾ വിട്ട് CPM-ലേക്ക് എത്തുന്നവരെ കുറിച്ചുള്ള ഒരു സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. പ്രത്യേകിച്ചും BJP വിട്ടുവരുന്നവർ BJP പോലുള്ള ഒരു പാർട്ടിയിൽ നിൽക്കുകയും പിന്നീട് അവർ വിവിധ ക്രിമിനൽ കേസുകൾ പ്രതിയാകുകയും ചെയ്യപ്പെട്ടവരെ CPM-ലേക്ക് ക്ഷണിക്കപ്പെടുന്നതും അവരെ പിന്നീട് CPIM-ന്റെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയും ശരിയല്ല എന്ന് വലിയ തരത്തിൽ ആരോപണമുണ്ടായി. കഴിഞ്ഞ 2 മാസം മുമ്പാണ് CPIM-ലേക്ക് BJP വിട്ടുവന്ന ഏതാനും പ്രവർത്തകരെ സ്വാഗതം ചെയ്ത് പിന്നീട് അവർ മലയാളപ്പുഴ ഭാഗത്ത് ചില പരസ്യമായുള്ള ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു. തൊട്ടു പിന്നാലെ പാർട്ടി ജില്ലാ സമ്മേളനം തുടങ്ങുന്നതിനും 2 ദിവസം
മുമ്പാണ് ഏകദേശം 200ഓളം പ്രവർത്തകരെ വീണ്ടും CPM-ലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പത്തനംതിട്ട നഗരത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു സ്വാഗത സമ്മേളനം സംഘടിപ്പിച്ചത്. ഇത്തരം സ്വാഗത സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരുടെ സ്വഭാവം, അവർ നേരത്തെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ കേസിന്റെ രീതി, ഇവയൊക്കെ കുറിച്ച് തന്നെ ഒരു സൂക്ഷ്മമായ പരിശോധന അനിവാര്യമാണെന്ന തരത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ച ഉയർന്നു വന്നു. അങ്ങനെ സമഗ്ര ഭാഗങ്ങളെയും തൊട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്ക് കൃത്യമായി നടത്താത്തത് കൊണ്ട് തന്നെയാണ് ലോക്കൽ സമ്മേളനങ്ങളിൽ പാർട്ടിയിൽ വിഭാഗീയത കണ്ടെത്തിയത്. പ്രത്യേകിച്ച് തിരുവല്ല മേഖലയിൽ ഏരിയ സെക്രട്ടറിയെ പോലും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിലുണ്ടായി. ഇത്തരം രീതികൾ പാർട്ടിക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ഏകവ്യക്തി കേന്ദ്രീകൃതമായ ചില നീക്കങ്ങൾ ജില്ലയിൽ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. നേതാവിന് പിന്നാലെ അണികൾ കൂടുകയും പിന്നീട് അവർ മറ്റുള്ളവരെ കുറ്റം പറയുന്ന തരത്തിലേക്ക് പോകുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. ഇങ്ങനെ തുടങ്ങിയ വലിയ പരാമർശങ്ങൾ പാർട്ടി പ്രതിനിധി സമ്മേളനത്തിനിടയിൽ ഉണ്ടായി. എന്തായാലും പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നാളെ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ശേഷമായിരിക്കും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുക. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, ഉദയഭാനു. അതുകൊണ്ട് തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തണം. മത്സരങ്ങളില്ലാതെ സമവായത്തിലൂടെ ജില്ലാ കമ്മിറ്റിയിലേക്കും പാർട്ടി ജില്ലാ നേതൃത്വത്തിലേക്കും നേതാക്കന്മാരെ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇടപെട്ടുകൊണ്ടായിരിക്കും പാർട്ടി ജില്ലാ ഭാരവാഹികളെ തീരുമാനിക്കുക. ശരി ബിനോയ്.